അടുത്ത എസ്.ടി സംവരണം മാനന്തവാടിയാണ്. അവിടെ OR കേളുവും ഉഷാ വിജയനുമാണ് മത്സരിക്കുന്നത്. LDF കഴിഞ്ഞ തവണ ഒരു 7% ജയിച്ച മണ്ഡലമാണ്. BJPക്ക് 9% ഉണ്ടായിരുന്നത്. നോക്കിയാൽ അറിയാൻ പറ്റും. നിയമസഭകളിൽ LDF ചെറിയ മെജോറിറ്റി കിട്ടുകയാണെങ്കിലും ലോക്സഭകളിൽ രാഹുൽ ഗാന്ധിയുടെ പ്രിയങ്ക ഗാന്ധി ഇതിലും വളരെ ശക്തമായ ഭൂരിപക്ഷമാണ് UDF നേടുന്നത്. പക്ഷേ 2025 തദ്ദേശത്തിലോട്ട് വരികയാണെങ്കിൽ UDF കുഴപ്പമില്ലാത്തൊരു മെജോറിറ്റി അവിടെ വാങ്ങിയിട്ടുണ്ട്. അതുപോലെ BJP അവരുടെ വോട്ട് കൂട്ടുകയും 2024 ലോക്സഭയിൽ 20% അടുത്തേക്ക് എത്തുകയും ചെയ്യുന്നുണ്ട്. 2026 നമ്മൾ നോക്കുകയാണെങ്കിൽ കുഴപ്പമില്ലാത്തൊരു മെജോറിറ്റിയിൽ UDF ഒരു 4% ജയിക്കുമെന്നാണ് പറയുന്നത്. അതുപോലെ NDA ഒരു വോട്ട് ശതമാനം ഉയർത്തുകയും ചെയ്യുന്നതാണ്. അടുത്തത് സുൽത്താൻ ബത്തേരിയാണ്. അതും ST കാറ്റഗറിയാണ്. IC ബാലകൃഷ്ണൻ എന്നുള്ളത് ഒരു 7% UDF ജയിച്ച മണ്ഡലമാണ്. LDF ഉണ്ടായിട്ട് പോലും ഇതിൽ നോക്കിയാൽ അറിയാൻ പറ്റും നമുക്ക് UDF ആണ് എല്ലാ തവണ ജയിക്കുന്നത്. 2025 തദ്ദേശത്തിലാണ് അവർ LDF അടുത്ത് വന്നിരിക്കുന്നത്. നിയമസഭയിൽ പോലും വ്യക്തമായ മുന്നേറ്റമുള്ള UDFിൻ്റെ മണ്ഡലമാണിത്. BJP ശക്തമായ വോട്ട് ഉയർത്തി 20% മുകളിൽ ലോക്സഭയിൽ 2024 ലോക്സഭയിൽ എത്തുകയും അത് തന്നെ 2025 ഏകദേശം മെയിൻറ്റെയിൻ ചെയ്യുകയും ചെയ്തതാണ്. ഇത്തവണ BJP വോട്ട് ഉയർത്തുകയും ചെയ്യുന്നതാണ്. UDF കുഴപ്പമില്ലാത്ത മെജോറിറ്റിയിൽ വിജയിക്കുമെന്നാണ് നമ്മുടെ പ്രവചനം. കൽപ്പറ്റയാണ് അടുത്തത്. അതിൽ T സിദ്ദിഖും അനിൽകുമാർ തമ്മിൽ മത്സരമാണ്. BJP 9% ഉള്ളൂ. 3% കഴിഞ്ഞവണ UDF ജയിച്ച മണ്ഡലമാണ്. ഇത്രയും ശക്തമായ LDFിൻ്റെ ട്രെൻഡ് ഉണ്ടായിട്ട് പോലും LDFിൽ നിന്ന് 2014 LDFിൽ നിന്ന് 2021 UDF തിരിച്ചു പിടിച്ച മണ്ഡലമാണ്. അത് കഴിഞ്ഞുള്ള എല്ലാ ഇലക്ഷനിലും വ്യക്തമായ മെജോറിറ്റി നിങ്ങൾക്ക് കാണാൻ പറ്റും. 2021 തദ്ദേശം ഉൾപ്പെടെ. BJP അതുകൂടാതെ വോട്ട് അവർ കൂട്ടുന്നുണ്ട്. ഇപ്പോൾ 2026 കുഴപ്പമില്ലാത്തൊരു മെജോറിറ്റിയിൽ ഒരു 10% മെജോറിറ്റിയിൽ UDF സിദ്ദിഖ് അവിടെ ജയിക്കുമെന്നാണ് വിലയിരുത്തുന്നത്.